ഹലോ ഗൈസ്, ഞാൻ സുറു. ഇത് ഞാൻ ചെയ്യുന്ന ഈ ഹാമർ ഉണ്ടല്ലോ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ എനിക്ക് ഓർഡർ തന്നതാണ് കേട്ടോ. എൻ്റെ മിസ്സ് എനിക്ക് ഓർഡർ തന്ന ഒരു ഹാമറാണ്. എൻ്റെ പൊന്നൂസിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ പൊന്നൂസിൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോഴേ മിസ്സ് പറയുക, എനിക്ക് പൊന്നൂസിന് ഗിഫ്റ്റ് കൊടുക്കണം, അവൾക്ക് കപ്പ് കൊടുക്കണം, ഫ്രെയിം കൊടുക്കണം, 2 കാർ കൊടുക്കണം, അതിലൊരു കാർ എനിക്ക് വേണമെന്ന്. പക്ഷേ കാറൊക്കെ ഞാനങ്ങ് ഒഴിവാക്കി കേട്ടോ. അതിനെതിരാണ് ഈ സംസാരിക്കുന്ന രണ്ട് കിയോ വിളിക്കുന്നത്. ഞാൻ കിളി അങ്ങ് വെച്ചു. കിളി ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടും, ഐ ലവ് യു ഒക്കെ പറയും കേട്ടോ. അപ്പോൾ രാത്രി ഉറക്കം പോലും ഇല്ലാതെ എന്നോട് പറയും. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പറയും, നാളെയാണ് പൊന്നൂസിൻ്റെ ബർത്ത്ഡേ, ഗിഫ്റ്റ് കൊടുക്കണ്ടേ. അങ്ങനെ ഞാൻ അവൻ്റെ കാത്തിരിപ്പിൻ്റെ ഒടുവിൽ വിരാമം കുറിച്ചുകൊണ്ട് ഞാൻ അതങ്ങ് ചെയ്തു കൊടുത്തു. അതിലൊരു കുഞ്ഞു ബൊക്കെ ചെയ്ത് കൊടുത്തു കേട്ടോ. എൻ്റെ പൊന്നൂസിൻ്റെ ഒരു കിൻഡർ ജോയുടെ ഒരു കുഞ്ഞു ബൊക്കെ ഞാൻ അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് രാവിലെ അവ ഇറങ്ങിയിട്ടുണ്ടേ, അത് വെച്ചിട്ട് കുറേ ഷോയൊക്കെ കാണിച്ചു. ഏകദേശം അത് നശിപ്പിച്ച് ഒരു ലുക്കായിട്ടാണ് പൊന്നൂസിന് കൊണ്ടു കൊടുക്കാനായിട്ട് ഇറങ്ങിയത്. എന്നിട്ട് അവളെ വീട്ടിലോട്ട് കയറി പോകണം കേട്ടോ. അതിന് മുമ്പ് പുറകിലൊക്കെ ഒളിപ്പിച്ച് വെച്ച് ചെറിയ സർപ്രൈസ് കൊടുക്കാനായിട്ട് പോവുക. ഞാൻ വിചാരിച്ചിപ്പോൾ വീണ് അവിടെ തീർന്നേനെ. പൊന്നൂസ് ഉറക്കം പോലും എണീറ്റില്ലായിരുന്നു ഗൈസ്. എന്നിട്ട് പൊന്നൂസിനെ വിളിച്ചുണർത്തി എങ്ങനെയെങ്കിലും കൊണ്ടുവന്നു. മിസ്സു തന്നെ ഇവിടെ കാത്ത് നേരം കൊണ്ട് കാത്ത് നിന്നിട്ട് പൊന്നൂസ് ഇപ്പോൾ ഇറങ്ങി വരും. ഇറങ്ങി വരുമ്പോൾ തന്നെയാണ് മിസ്സു ഇപ്പോൾ ഓടിച്ചെന്ന് കൊടുക്കുമ്പോൾ കിൻഡർ ജോയ് തെക്ക് വടക്കം പോയി ഗൈസ്. എവിടാന്ന് പോലും അറിയത്തില്ല. പൊന്നൂസാണ്ട് ഭയങ്കര നാണത്തിലൊക്കെ വന്നാൽ മേടിക്കുന്നത്. എൻ്റെ കുഞ്ഞ് ഉറക്കം എണീറ്റേ ഉള്ളായിരുന്നു. അതുകൊണ്ട് പുള്ളിക്കാരി ഭയങ്കര നാണത്തിൽ വന്ന് മേടിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ജോലിക്ക് പോകുന്നുണ്ട്. ഞാൻ അവനെ കൊണ്ടാക്കാനായിട്ട് പോയപ്പോൾ ആ പൊന്നൂസ് കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. അവൾക്ക് വീട്ടിൽ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റെയിൻ കോട്ടൊക്കെ എടുത്ത് ചാർത്തി അവളെയും കൊണ്ടങ്ങ് പോയി. എന്നിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ നേരെ ഹബിലോട്ടും പോയി. ഹബിൽ പോയപ്പോൾ അവിടെ ലോഡൊക്കെ താമസിച്ചാൽ വന്നത് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ, ആരും പോയിട്ടില്ല. വൈകിട്ട് പൊന്നൂസിൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വന്ന് കേക്ക് മുറിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഒരുക്കി. പൊന്നൂസ് കേക്ക് മുറിക്കുക. ഇവളുമാർ അവിടെ കിടന്ന് എന്തോ കാണിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ആദ്യം ഒരാൾ പിടിക്കും, പിന്നെ വേറൊരാൾ പിടിക്കും. ആകെ ഒരു ബഹളം തന്നെ. പൊന്നൂസിനാണെങ്കിൽ കേക്ക് അങ്ങ് മുറിച്ചോളാനും വയ്യ. പൊന്നൂസിന് കേക്കിനെക്കാട്ടി നല്ലത് അതിൽ പൂമ്പാറ്റയാണ് ഗൈസ്. അതിന് പൂമ്പാറ്റാണ്ട് അർജം മുറിച്ച് അവൾ വെട്ടി മുറിച്ചിട്ട് പൊന്നൂസ് കേക്ക് വെട്ടിയല്ല ഓർക്കുന്നത് കേട്ടോ. താഴെ പോയി പൂമ്പാറ്റ എൻ്റെ കുഞ്ഞ് നോക്കുന്നത്. എന്നിട്ട് പെട്ടെന്ന് പോയി പൂമ്പാറ്റ എടുക്കാനുള്ള വെപ്രാളമായിരുന്നു എൻ്റെ കുഞ്ഞിന്. കേക്ക് മുറിച്ചിട്ട് അവൾ 3 എടുത്ത് കാണിച്ചു കേട്ടോ. അസ്മിതായെ എനിക്ക് 3 തള്ള ഇനിയെങ്കിലും ഒതുങ്ങിക്കോന്നാണ് അവൾ കാണിച്ചത്.